ഈസ്റ്റർ 6-ാം ഞായർ വർഷം ത്. ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ലായേ. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മിൽ പലരും മുമ്പ് കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്. ചിലർ കേൾക്കുന്ന ഏക പ്രസംഗം നിങ്ങളുടെ ജീവിതമായിരിക്കും. എത്ര ശക്തമായ സത്യമാണത്! ആളുകൾ നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് അവർ നമ്മുടെ ജീവിതമാണ് നോക്കുന്നത്. നാം എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ക്ഷമിക്കുന്നു, ജീവിതം കഠിനമാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു, ബലഹീനരെയും ദരിദ്രരെയും വയോധികരെയും ഏകാകികളെയും നമുക്ക് തിരികെ ഒന്നും നൽകാൻ കഴിയാത്തവരെയും എങ്ങനെ പരിഗണിക്കുന്നു, ഇതെല്ലാം അവർ ശ്രദ്ധിക്കുന്നു. ചിലപ്പോൾ ഏറ്റവും വ്യക്തമായ സുവിശേഷം പീഠത്തിൽ നിന്ന് പ്രസംഗിക്കപ്പെടുന്നതല്ല, അത് സഹനത്തിലൂടെയും ദയയിലൂടെയും ക്ഷമയിലൂടെയും ത്യാഗത്തിലൂടെയും സ്നേഹത്തിലൂടെയും നിശബ്ദമായി പ്രസംഗിക്കപ്പെടുന്നതാണ്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാന അത്താഴ സമയത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. ഇവ സാധാരണ വാക്കുകളല്ല, വിടപറയുന്ന വാക്കുകളാണ്. കുരിശ് അടുത്തിരിക്കുന്നു എന്ന് യേശുവിന് അറിയാം. തന്റെ ശിഷ്യന്മാർ ഉടൻ ഭയപ്പെടുകയും ആശയക്കുഴപ്പത്തിലാകുകയും സഹായഹീനരായി ഉപേക്ഷിക്കപ്പെട്ടവരായി അനുഭവിക്കുകയും ചെയ്യും എന്ന് അവൻ അറിയുന്നു. അതുകൊണ്ട് അവൻ ഒരു ഗുരുവായി മാത്രമല്ല, സ്നേഹമുള്ള ഒരു സുഹൃത്തായി അവരോട് സംസാരിക്കുന്നു. അവൻ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ നൽകും. ആദ്യമായി കേൾക്കുമ്പോൾ ഈ വാക്കുകൾ കൽപ്പനകളും ബാധ്യതകളും പോലെ തോന്നാം. പക്ഷേ യേശു ഭയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അവൻ ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ പലപ്പോഴും സ്നേഹം നിയന്ത്രണവുമായി കലരുന്നു. ചിലപ്പോൾ മാതാപിതാക്കൾ പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യും. ചിലപ്പോൾ പ്രതീക്ഷകൾ നിറവേറാതെയായാൽ കുടുംബങ്ങൾ സ്നേഹം പിൻവലിക്കുന്നു. ചിലപ്പോൾ അനുസരണം നിരസിക്കപ്പെടുമോ എന്ന ഭയത്തിൽ ചുമക്കുന്ന ഭാരമായി മാറുന്നു. പക്ഷേ യേശു പൂർണ്ണമായും വ്യത്യസ്തനാണ്. നീ എന്നെ പരാജയപ്പെടുത്തിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കില്ല എന്ന് യേശു ഒരിക്കലും പറയുന്നില്ല. പത്രോസ് 3 പ്രാവശ്യം അവനെ നിഷേധിച്ചപ്പോഴും യേശു അവനെ ഉപേക്ഷിച്ചില്ല. ശിഷ്യന്മാർ ഭയന്ന് ഓടിപ്പോയപ്പോഴും യേശു സമാധാനവുമായി അവരുടെ അടുക്കൽ തിരികെ വന്നു. യേശുവിനുവേണ്ടി അനുസരണം അവന്റെ സ്നേഹം നേടാനുള്ള വിലയല്ല, മറിച്ച് ഇതിനകം സ്നേഹിക്കപ്പെട്ടവരായതിന്റെ ഫലമാണ് അനുസരണം. സ്നേഹം യഥാർത്ഥമാകുമ്പോൾ അനുസരണം സ്വാഭാവികമാകുന്നു. ഒരു മകൾ ചിരിക്കവേ പറഞ്ഞു, എന്റെ അച്ഛൻ എപ്പോഴും കോട്ടു ധരിക്കാൻ പറയുമായിരുന്നു. അവളുടെ അച്ഛൻ വർഷങ്ങൾക്കു മുമ്പ് മരിച്ചിരുന്നു. എങ്കിലും അവൾ ഇന്നും ആ ഉപദേശം പാലിച്ചു. ശിക്ഷയുടെ ഭയത്താൽ അല്ല, സ്നേഹം ഇന്നും അവളുടെ ഹൃദയത്തിൽ ജീവനോടെയുണ്ടായിരുന്നതിനാലാണ്. ഓരോ ചെറിയ പ്രവൃത്തിയും അവൾ ഏറെ സ്നേഹിച്ച ഒരാളുടെ ഓർമ്മയായി മാറി. യേശു പറയുന്നതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. സ്നേഹമാണ് അനുസരണത്തിന്റെ കാരണം. ഇത് നാം ഹാക്സോ റിഡ്ജ് എന്ന സിനിമയിലെ ഡെസ്മണ്ട് ഡോസിന്റെ ജീവിതത്തിൽ മനോഹരമായി കാണുന്നു. ഡെസ്മണ്ട് ഡോസ് ആഴത്തിലുള്ള ക്രൈസ്തവ വിശ്വാസമുള്ള ആളായിരുന്നു. കൊല്ലരുത് എന്ന കൽപ്പനയെ അവൻ വളരെ ഗൗരവമായി വിശ്വസിച്ചു. 2-ാം ലോകമഹായുദ്ധകാലത്ത് അവൻ സൈന്യത്തിൽ മെഡിക്കായി ചേർന്നു. പക്ഷേ ആയുധം കൈവശം വയ്ക്കാൻ അവൻ തയ്യാറായില്ല. മറ്റ് സൈനികർ അവനെ പരിഹസിച്ചു. അവനെ ദുർബലനും ഭീരുവും എന്ന് വിളിച്ചു. പിന്നീട് ഒക്കിനാവ യുദ്ധം വന്നു. വെടിയുണ്ടകൾ എല്ലായിടത്തും പറന്നു. സൈനികർ ചുറ്റും മരിച്ചുകൊണ്ടിരുന്നു. ഭയം യുദ്ധഭൂമിയെ മൂടി. പക്ഷേ മറ്റുള്ളവർ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഓടുമ്പോൾ ഡെസ്മണ്ട് വീണ്ടും വീണ്ടും അപകടത്തിലേക്ക് മടങ്ങി പരിക്കേറ്റ സൈനികരെ രക്ഷിച്ചു. ഒരാളിന് ശേഷം മറ്റൊരാളെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഓരോ തവണയും അവൻ പ്രാർത്ഥിച്ച ഏക പ്രാർത്ഥന, കർത്താവേ, ഇനി ഒരാളെ കൂടി രക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ. ഒരാളെ കൂടി. വീണ്ടും വീണ്ടും. ആയുധമൊന്നും കൈവശം വയ്ക്കാതെ അവൻ 75-ലധികം സൈനികരെ രക്ഷിച്ചു. സഹോദരങ്ങളെ സഹോദരിമാരെ, ആ അനുസരണം എളുപ്പമായിരുന്നില്ല, അതിന് വലിയ വിലയുണ്ടായിരുന്നു. ധൈര്യവും ത്യാഗവും ആവശ്യമായി വന്നു. എന്നാൽ അത് സ്നേഹത്തിൽ നിന്നായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യജീവിതത്തോടുള്ള സ്നേഹം, അയൽക്കാരനോടുള്ള സ്നേഹം. അതാണ് യഥാർത്ഥ ക്രൈസ്തവ അനുസരണം. തണുത്ത നിയമപാലനം അല്ല. ഭയത്തിൽ നിന്നുള്ള മതജീവിതമല്ല. പക്ഷേ ദൃശ്യമായ സ്നേഹം. ഇത്തരത്തിലുള്ള സ്നേഹം എത്ര പ്രയാസകരമാണെന്ന് യേശുവിന് അറിയാം. ലോകം നമ്മെ മുറിപ്പെടുത്താമെന്ന് അവൻ അറിയുന്നു. നാം ഉപേക്ഷിക്കപ്പെട്ടവരായി, ക്ഷീണിതരായി, ഏകാക്കികളായി അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടെന്ന് അവൻ അറിയുന്നു. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷത്തിലെ ഏറ്റവും സ്നേഹനിറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്ന് അവൻ നൽകുന്നത്. ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല. എത്ര മനോഹരമായ വാക്കുകൾ!
ഇന്ന് അനാഥരെ പോലെ അനുഭവിക്കുന്ന അനേകർ ഉണ്ട്. മാതാപിതാക്കളുടെ സ്നേഹമില്ലാതെ വളരുന്ന കുട്ടികൾ, സമൂഹം മറന്ന വയോധികർ, ആശങ്കകളുമായി മൗനത്തിൽ പോരാടുന്ന യുവാക്കൾ, തകർന്ന കുടുംബങ്ങൾ, ആരും മനസ്സിലാക്കാത്ത ദുഃഖം വഹിക്കുന്നവർ, ജനക്കൂട്ടത്തിനിടയിലും ഏകാന്തത അനുഭവിക്കുന്നവർ. ശിഷ്യന്മാർക്കും ഇതേ ഭയമുണ്ടായിരുന്നു. യേശു അവരെ വിട്ടുപോകുകയായിരുന്നു. കുരിശ് അടുത്തിരുന്നു. എല്ലാം അനിശ്ചിതമായി തോന്നി. പക്ഷേ യേശു പറയുന്നു, നിങ്ങൾ ഒറ്റക്കല്ല. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവൻ അത് തെളിയിക്കുന്നു. തമിഴ് സിനിമയായ ആരാം ഈ സ്നേഹത്തിന്റെ ശക്തമായ ഒരു ചിത്രം കാണാം. ഒരു ചെറിയ പെൺകുട്ടി ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഴൽക്കിണറ്റിലേക്ക് വീഴുന്നു. അവൾ ഇരുട്ടിൽ കുടുങ്ങുന്നു. കുടുംബം നിസ്സഹായമാണ്. രക്ഷാപ്രവർത്തനങ്ങൾ പരാജയപ്പെടുന്നു. എല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ അവളുടെ കുഞ്ഞൻ സഹോദരൻ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അപകടകരമായ രക്ഷാപ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടിട്ടും അവൻ തന്നെ ആ ഇരുണ്ട കുഴിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട്? കാരണം സ്നേഹം സുരക്ഷിതമായി മുകളിൽ നിൽക്കാൻ കഴിയില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ താഴെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ധൈര്യത്തോടും ത്യാഗത്തോടും കൂടി അവൻ തന്റെ സഹോദരിയെ രക്ഷിക്കാൻ ഇരുട്ടിലേക്ക് ഇറങ്ങി. സഹോദരങ്ങളെ, സഹോദരിമാരെ, യേശു നമ്മുവേണ്ടി ചെയ്തും ഇതുതന്നെയാണ്. മനുഷ്യരാശി പാപത്തിന്റെയും ഭയത്തിന്റെയും നിരാശയുടെയും മരണത്തിന്റെയും ആഴത്തിലുള്ള കുഴിയിലേക്ക് വീണിരുന്നു. പക്ഷേ യേശു ദൂരെയിരുന്നില്ല. അവൻ നമ്മുടെ ഇരുട്ടിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ വേദനയിലേക്കും ഏകാന്തതയിലേക്കും മരണത്തിലേക്കും അവൻ കടന്നുവന്നു. കുരിശിലൂടെയും ഉയിർപ്പിലൂടെയും അവൻ മനുഷ്യരാശിയെ ഉയർത്തിപ്പിടിച്ചു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല.